അവൻ മംഗലാപുരത്ത് പോയത് ഓക്കെ, അവൻ തിരിച്ച് ഗൾഫിൽ പോകണുണ്ടായില്ലെന്ന് നമ്മൾ അറിയണ്ടേ? അളിയനും കൂടെ അവിടെ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്നാ പിന്നെ തിരിച്ച് ഗൾഫിലോട്ട് തന്നെ വിട്ടാ പോരായോ? ഹലോ കൈസ്, അങ്ങനെ നമ്മുടെ ഉപ്പും മുളകും പുതിയ പ്രൊമോയില് നമ്മുടെ സിദ്ധുവിന്റെ അച്ഛനും അമ്മയും കൂടെ വന്ന് മൊത്തത്തിൽ സീനാക്കുവാട്ടോ നമ്മുടെ പാറമട വീട്ടിലെ. കാരണം അവരിങ്ങനെ നമ്മുടെ ലച്ചുവിനെ ഭയങ്കരമായിട്ട് ചോദ്യം ചെയ്യുക. മംഗലാപുരത്ത് അവൻ എന്തിനാണ് ബിസിനസ് എന്ന് പറഞ്ഞ് പോയത്? അവന് ഗൾഫിൽ നല്ലൊരു പണി ഉണ്ടായിരുന്നതല്ലേ, പിന്നെ എന്തിനാണ് അവൻ ഗൾഫിൽ തിരികെ പോകാതെ ഇവിടെ ബിസിനസ് എന്ന് പറഞ്ഞ് എന്താ പറയാ ചുറ്റിക്കറങ്ങി നടക്കുന്നേ? ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം വേണം ലച്ചു എന്നും പറഞ്ഞിട്ട് ലച്ചുവിന്റെ അടുത്താട്ടോ ചോദ്യമൊക്കെ ചോദിക്കുന്നത്. അപ്പൊ ലച്ചു പറയുന്നുണ്ട്, എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല അച്ഛ അമ്മ, അളിയനും കൂടെ എന്തോ കുറെ ബിസിനസ് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാൻ പോയതാണെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് എന്ന് പറഞ്ഞ് നമ്മുടെ ലച്ചു ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പത്തേക്ക് ഇവര് വീണ്ടും വിടുന്നില്ല കേട്ടോ. അവനെ തിരികെ ഗൾഫിൽ പോയാൽ പോരെ എന്നൊക്കെ പറഞ്ഞ് ഇവര് ഭയങ്കര ദേഷ്യത്തിൽ തന്നെയാണ്. അപ്പൊ ഇവരിങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ ഭവാനി അമ്മമ്മയും പറയുന്നുണ്ട്, ഗൾഫിൽ ഇത്രയും കൂടുതൽ സാധ്യതകൾ ഉണ്ടെങ്കിൽ പിന്നെ സിദ്ധുമോൻ എന്തിനാ ഇവിടെ ബിസിനസ് എന്നും പറഞ്ഞ് നിൽക്കുന്നേ? തിരികെ ഗൾഫിൽ പോയാൽ പോരെ എന്നും പറഞ്ഞ് നമ്മുടെ ഭവാനി അമ്മമ്മയും പറയുന്നുണ്ട്. അപ്പൊ ഇവരൊക്കെ നമ്മുടെ സിദ്ധുവിനെ പറ്റി ഇങ്ങനെ കുറ്റങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ ലച്ചുവിന് ആകെപ്പാടെ സഹിക്കുന്നില്ല കേട്ടോ. അപ്പൊ ലച്ചു പറയുന്നുണ്ട്, സിദ്ധു ചിലപ്പോഴേ ഇനി വരത്തുള്ളൂ, ഇനി മംഗലാപുരത്ത് തന്നെ ആയിരിക്കും സിദ്ധു, ബിസിനസ് ആയിട്ട് അവിടെ തന്നെ ആയിരിക്കും എന്ന് നമ്മുടെ ലച്ചു പറയുന്നുണ്ട്. അപ്പൊ ഇനി ഒരിക്കലും നമ്മുടെ പാറമട്ടള വീട്ടിലേക്ക് തിരികെ വരത്തില്ല നമ്മുടെ സിദ്ധു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രേക്ഷകരുടെ അവസ്ഥ എന്താവും അല്ലെ? കുറെ നാളുണ്ട് കാത്തിരിക്കുന്നത് നമ്മുടെ സിദ്ധുവിനെയും ലച്ചുവിനെ ഒന്ന് ഒരുമിച്ച് കാണാൻ വേണ്ടി. സിദ്ധുവിന്റെ അച്ഛനും അമ്മേനെയൊന്നും അല്ല നമുക്ക് പ്രേക്ഷകർക്ക് ആവശ്യം, സിദ്ധു തിരികെ വരിക എന്നുള്ളതാണല്ലേ. അത് എത്രയും വേഗം വരട്ടെ, കാത്തിരിക്കാട്ടോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.